കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കുഞ്ഞുമാരെ വീട്ടിലോട്ട് വന്നു. എന്നെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ പോയി കുളിച്ച് ചുന്ദരിയായിട്ടൊക്കെ വന്നു. ഇതാണ് എൻ്റെ കുഞ്ഞുമാടെ മോള്. എന്നെക്കാളും വലിയ അധ്വാനിയാണ് കൊച്ചു. നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്, എന്നെ പോലെയല്ല. ഇത് കുഞ്ഞുമാടെ രണ്ടാമത്തെ ഐറ്റം. വലിയ പുള്ളിയാണ്. വാവ്, മാർവലസ്. വീഡിയോക്ക് പോസ് ചെയ്യാൻ വന്നപ്പോൾ കാണിച്ചതാണ്. എസ്തെറ്റിക്ക് തന്നെ. പിന്നെ ഞാൻ സഹായിക്കാതും പറഞ്ഞ് മുട്ട പൊട്ടിക്കാൻ പോയി. പക്ഷേ മുട്ടയുടെ പകുതി മഞ്ഞക്കരും ആ തോടിന്റെ കൂടെ ഇളകിപ്പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇതൊക്കെ വെച്ച് കഴിച്ചാൽ മതി. എനിക്ക് മാത്രം കുടിക്കാൻ 3 വെറൈറ്റി ജ്യൂസ് ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. എൻ്റെ കുഞ്ഞുമാക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവച്ചപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ കാവലിരുന്ന് എത്ര നേരം വേണേൽ വെയിറ്റ് ചെയ്യാം ഗൈസ്. പക്ഷേ ഈ നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുന്നുള്ള കുറച്ച് മിനിറ്റ് അൺസൈക്കബിൾ. നോമ്പ് കുറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഴിക്കാത്തത് കട്ട്ലറ്റാണ്. കുഞ്ഞുമ്മ ഉണ്ടാക്കിയത് തന്നെ, ഹോം മെയ്ഡ്. സൂപ്പർ. എൻ്റെ കോളേജിലെ ക്യാൻറ്റീനിൽ കിട്ടുമ്പോഴത്തെ കട്ട്ലറ്റാണ് ഗൈസ്. അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ തന്നെ അതിൽ പകുതി തിന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.